ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പരസ്പരം സ്നേഹിക്കുന്നവരെ പിരിക്കുമ്പോ കിട്ടുന്ന ശാപം, അത് ഞാൻ കാര്യമാക്കുന്നില്ല. ആ ശാപം എനിക്ക് പണ്ടേ ഉള്ളതാ. അർഹതയില്ലാത്ത രണ്ടുപേര് പിരിയുന്നത് തന്നെയാ നല്ലത്. നീ തെറ്റായ ഒരു തീരുമാനം എടുത്തതിന്റെ ഫലമാ ഇപ്പൊ എല്ലാരും അനുഭവിക്കുന്നത്. വാശിയിൽ അതിന്റെ മേൽ മറ്റൊരു തീരുമാനമെടുത്ത് ഇനിയും ഇതുപോലെ ഓരോന്ന് അനുഭവിക്കണോ? അർജുന് എന്തുകൊണ്ടും ചേരുന്ന ബന്ധമാ അനസൂയമായിട്ടുള്ളത്. അവന് അവളൊരു നല്ല ഭാര്യയായിരിക്കും. ഓ, ഇതൊക്കെ നിന്റെ തോന്നലുകളല്ലേ രമേ? അവന്റെ ഇഷ്ടം നീ ചോദിച്ചോ? അവന്റെ താല്പര്യം അറിഞ്ഞിട്ട് തന്നെയാണോ നീ ഓരോന്ന് തീരുമാനിക്കുന്നത്? അവന്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും വിട്ടുകൊടുത്തതുകൊണ്ടാ കാര്യങ്ങൾ ഇത്രയുമായത്. അവൻ കണ്ടെത്തി സ്നേഹിച്ചവൾ ഒരു ഫ്രോഡാ. കാലിലെ പെരുവിരൽ മുതൽ തലമുടി വരെ കള്ളത്തരവും കൊണ്ട് നടക്കുന്ന ഒരുത്തിയാണോ അവൻ കെട്ടേണ്ടത്? അവനെ ഞാൻ നല്ല പോലെ വളർത്തി നല്ല നിലയിലാക്കി. അത് ഇങ്ങനത്തെ ഒരുത്തിയുടെ പിറകെ നടക്കാനാണോ? അവന്റെ ഭാര്യയെ തിരഞ്ഞെടുക്കാൻ അവനും തന്നെ അവസരം കൊടുത്തപ്പോ അവൻ കണ്ടുപിടിച്ചത് ഒരു ഭൂലോക ഫ്രോഡിനെയാ. അതുകൊണ്ട് ഇനി എന്തു വന്നാലും ശരി, ഞാൻ തീരുമാനിച്ചതേ നടക്കൂ. അത് 3.5 തരം. അതിന് ആരും വക്കാലത്തുമായിട്ട് വരണ്ട. അവൻ അമ്മയുടെ മോനാണെന്നല്ലേ പറയുന്നത്? അപ്പോ അമ്മ പറയുന്നത് അനുസരിക്കുകയും വേണം. ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നീ പറയുന്നതൊക്കെ എന്നും അവൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ മുമ്പത്തെ പോലെ അല്ല ഇത്. ഇത് അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവൻ ആരോടൊപ്പം ജീവിക്കണമെന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന്റെ മുഴുവൻ തീരുമാനവും അവന് മാത്രം അവകാശപ്പെട്ടതാ. ഒരു പരിധിക്കപ്പുറം നീ അവനെ ഭരിക്കാൻ ചെന്ന അവൻ തിരിഞ്ഞു നിന്ന് അവന്റെ കാര്യത്തിൽ നീ ഇടപെടണ്ടെന്ന് പറഞ്ഞ അവിടെ തീരുവല്ല. അങ്ങനെ ഒരു സന്ദർഭത്തിലേക്കാ നീയായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അനസൂയെ ഒരു തരത്തിലും അവനങ്ങനെ കാണാൻ പറ്റില്ല. അത് നിനക്കും അറിയാം. പിന്നെ നിന്റെ വാശിയുടെ പുറത്താ നീ ഇപ്പൊ ഈ വിവാഹം തീരുമാനിച്ചത്. നമ്മുടെ മോന്റെ ജീവിതം നിന്റെ വാശിയിൽ തകർക്കരുത് രമേ. അവള് എങ്ങനെ ഉള്ളവളോ ആയിക്കോട്ടെ, അവൻ സ്നേഹിച്ച പെൺകുട്ടി ഐശ്വര്യ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അർജുൻ ഇപ്പോഴും ആ ബന്ധത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. പരസ്പരം സ്നേഹിച്ച രണ്ടുപേരെ തമ്മിൽ പിരിക്കുന്നത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്. ആ ശാപവും കൂടി നീ വാങ്ങരുത്. നീ ബാക്കിയെല്ലാം മറന്ന് അവന്റെ സന്തോഷത്തെക്കുറിച്ച് മാത്രം ആലോചിക്ക്. എല്ലാം മറക്കണോന്ന് പറഞ്ഞാ ആ ആൾമാറാട്ടക്കാരിയെ വിളക്ക് കൊടുത്ത് ഈ വീട്ടിലേക്ക് കയറ്റുന്ന കാര്യമാണെങ്കിൽ അതും മറക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ലോകത്ത് ആദ്യമായിട്ട് സ്നേഹിക്കുന്ന ആളൊന്നും അല്ലല്ലോ എന്റെ മോൻ. ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതും അകലുന്നതും വേറൊരാൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുമൊക്കെ സർവ്വസാധാരണമായ ഒരു കാര്യമാണ്. പുതുതായി ഒരാൾ ജീവിതത്തിലേക്ക് വരുമ്പോ പഴയതിനെയൊക്കെ സാവധാനം മറന്നു തുടങ്ങും. പിന്നെ പരസ്പരം സ്നേഹിക്കുന്നവരെ പിരിക്കുമ്പോ കിട്ടുന്ന ശാപം, അത് ഞാൻ കാര്യമാക്കുന്നില്ല. ആ ശാപം എനിക്ക് പണ്ടേ ഉള്ളതാ. അർഹതയില്ലാത്ത രണ്ടുപേര് പിരിയുന്നത് തന്നെയാ നല്ലത്.
അത് അർജുന്റെ കാര്യമായാലും മറ്റാരുടെ കാര്യമായാലും. കറി വേണോ? ആ ഫിഷ് മോളിയുടെ മീനും കൂടി വാങ്ങായിരുന്നു. ഇത് വെറുതെ പച്ചക്കറി മാത്രം. നോക്കി നിൽക്കാതെ അങ്ങ് വിളമ്പി കൊടുക്കടി. അച്ഛൻ നന്നായി കഴിക്കട്ടെ. അയ്യോ വേണ്ട 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 വേണ്ട, എനിക്കിത് മതി. എന്റെ സന്തോഷത്തിന് അച്ഛൻ കുറച്ചും കൂടെ കഴിക്കേ. മതി മോളെ, ഇന്നത്തെ സന്തോഷത്തിന് നീ വിളമ്പിയാലേ എന്റെ വയറ് പൊട്ടി തീർച്ചയായും നീ നിർത്തില്ല. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. അർജുന നിനക്കെതിരെ തന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് താലി കെട്ടിവിടെ നടത്തണം നമുക്ക്. താങ്ക്സ് അച്ഛാ. എന്റെ ഏറ്റവും വലിയ സ്വപ്ന അച്ഛൻ ഇന്ന് നേടിത്തന്നത്. ദേഷ്യം വന്നപ്പോ ഞാൻ അച്ഛനെ പലതും പറഞ്ഞു. അച്ഛനൊന്നും മനസ്സിൽ വെക്കല്ലേ. ഇനി അതൊന്നും സാരമില്ല മോളെ. നീയും നിന്റെ അമ്മ എന്നെ അത്രയും പറഞ്ഞതുകൊണ്ടാ അച്ഛന് വാശിയായതും ഇതൊക്കെ നടന്നതും. അർജുൻ ഇവൾക്ക് വേണ്ടിയുള്ളത് തന്നെയാ. അതല്ലേ ഇത്രയൊക്കെ ആയിട്ടും ഈ വിവാഹം മുടങ്ങിയത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ചു വെച്ചിട്ടാ നടന്നേന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല. എന്തായിരുന്നു പെർഫോമൻസ്? ഞങ്ങള് വരെ ഞെട്ടിപ്പോയില്ലേ. ഇനി അങ്ങനെ എന്തെല്ലാം കാണാൻ കിടക്കുന്നു നീലു നീ. സത്യം പറഞ്ഞ ഈ വിവാഹം മുടക്കണമെന്നേ ഞാൻ കരുതിയുള്ളൂ. അർജുന്റെ ഇവളുടെയും കല്യാണം കുഞ്ഞോട് കയറി പ്രഖ്യാപിക്കുന്നു ഞാനും കരുതിയില്ല. അത് കേട്ട് ഞാനും ഞെട്ടിപ്പോയി. എന്തായാലും നിങ്ങൾ കൊടുത്ത പണി അതേറ്റിട്ടുണ്ട്. ദേ പിന്നെ ഒരു കാര്യം. സംഭവം രമ ദേഷ്യത്തിന്റെ പുറത്തായി വിവാഹം സമ്മതിച്ചത്. ദേഷ്യം തീരുമ്പോ ദേ അവന്റെ കരച്ചില് കണ്ട് മനസ്സലിഞ്ഞ് പിന്നെയും ആ ആട്ടക്കാരിയെ കുറിച്ച് ആലോചിക്കുന്നതിന് മുൻപ് നമുക്കിത് നടത്തിയെടുക്കണം. ഇങ്ങനെ ഒരു അവസരം പിന്നെ ജീവിതത്തിൽ നമുക്ക് കിട്ടില്ല. കേട്ടല്ലോ? നീ ധൈര്യമായിട്ടിരിക്കടേ, അതൊക്കെ ഞാൻ ഏറ്റു. കുഞ്ഞോളെ എന്റെ കയ്യിലെ പാവയാ, വേറും കളിപ്പാവ. കുഞ്ഞോളെ ഇരിക്ക, എന്നിട്ട് എന്തെങ്കിലും കഴിക്ക. ഭദ്രേട്ടൻ കഴിക്കേ, ഞാൻ പിന്നെ കഴിച്ചോളാം. കുഞ്ഞോളെ കാര്യങ്ങളൊക്കെ വേഗത്തിൽ വേണം. വച്ച് താമസിപ്പിക്കേണ്ടതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. എന്റെയും അഭിപ്രായം അത് തന്നെയാ.